പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അതും പറഞ്ഞാൽ, പാണക്കാട് തങ്ങൾ കുടുംബം സുന്നികളാണ്. പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അതിന്റെ ആ ഉൾപ്പിരിവുകളുടെ വ്യാപ്തി പെട്ടെന്ന് മനസ്സിലാക്കാതാണ് എളുപ്പവും. അതേസമയം കുഞ്ഞാലിക്കുട്ടി മുജാഹിദാണ്, TMA സലാം മുജാഹിദാണ്, മറ്റു പല നേതാക്കളും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എടുത്തു പറയാനായിട്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല. സജീവൻ അതിൻ്റെ അത്ര എക്സ്പേർട്ടും കൂടിയാണ്. അദ്ദേഹം അത് ബാക്കി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും അതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഇന്നലെ സഖാവ് വിജയരാഘവൻ വയനാട് CPM ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികൾ, തീവ്ര വർഗീയ നിലപാടുള്ളവർ ഉണ്ട് എന്ന് പറഞ്ഞത് വെറുതെ ആലോചിക്കാതെ പറഞ്ഞതൊന്നും അല്ല ഷമ്മി. അത് ഉത്തരവാദിത്തോട് ആധികാരികമായി തന്നെ പറഞ്ഞതാണ്. ഈ വിഭാഗം മുസ്ലിം ലീഗിൽ മുറുക്കുക മാത്രമല്ല, ഒരു ബ്രോഡർ മുസ്ലിം കൊയലീഷൻ, അത് വിശാലമായൊരു മുസ്ലിം സഖ്യം തങ്ങൾ ഉണ്ടാക്കുകയാണ്, അതിനുള്ള തീവ്ര ശ്രമത്തിലാണെന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് അവർ നടപ്പിലാക്കുകയും ചെയ്തു. എന്നിട്ട് അതേ സഖ്യം തന്നെ പാലക്കാട് ബൈ ഇലക്ഷനിലും പെരുമാറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന തൃക്കാക്കര, അതുപോലെ തന്നെ പുതുപ്പള്ളി, ഇപ്പോ പാലക്കാട്, ചേലക്കര, 4 ബൈ ഇലക്ഷനുകളിൽ 4ലും ആരുടെ കയ്യിലൊക്കെയാണോ സീറ്റുകൾ ഇരുന്നത് അതാത് മുന്നണികൾ തന്നെ നിലനിർത്തി എന്നുള്ളതേ ഉള്ളൂ. 3 UDF നിലനിർത്തി, 1 LDF നിലനിർത്തി. വയനാട് ലോക്സഭാ സീറ്റ് UDF നിലനിർത്തി. എന്താണ് പ്രത്യേകതയുള്ളത്? ഇലക്ഷൻ ഇയറിംഗിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായെന്ന് ആരോപിച്ചാൽ അത് വിവരിക്കാൻ പറ്റണം. അതില്ല. പക്ഷേ അതിനൊരു നേതൃമുമ്പത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അത് സതീശനെ ആക്കിക്കൊണ്ടുവരികയാണ്. അത് അദ്ദേഹത്തിനായിട്ടുള്ള ഈ PR മെക്കാനിസം നന്നായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അത് നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പുറത്ത് നടക്കുന്ന പ്രശ്നം അതിനേക്കാളും തീവ്രമാണ്. ന്യൂനപക്ഷ വർഗീയതയിൽ ആപൽക്കരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഉരുണ്ടുകൂടുക മാത്രമല്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതാണ് വിജയരാഘവന്റെ മലപ്പുറം പ്രസംഗത്തിന്റെ സാമാന്യ അർത്ഥം എന്ന് പറയുന്നത്. മെക്സവനെ പറ്റി മോഹനമാഷ് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഒച്ചയിട്ട് ഓരിയിട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞതില്ല, കേരളത്തിൽ മെക്സവൻ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടൊക്കെ ഇതുണ്ടെന്നല്ല. കണ്ണൂരിൽ ചില ഈ മെക്സവൻ കേന്ദ്രങ്ങളിൽ, അവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുള്ളവരുടെ അത്തരക്കാർ അഡ്മിൻ പാനൽ കയറി കൂട്ടിയിട്ടുണ്ട്. അതേ പറഞ്ഞുള്ളൂ. അല്ലാതെ അവരെ ഈ മെക്സവനെ നിയന്ത്രിക്കണമെന്ന് മോഹൻമാഷ് പറഞ്ഞില്ല. അപ്പൊ പിന്നെന്തായിരുന്നു ചർച്ച? എന്തായിരുന്നു? മോഹൻമാഷ് ഭയങ്കരമായ കുറ്റകൃത്യം ചെയ്തതുപോലായിരുന്നു. അതിൻ്റെ അകത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരക്കാർ കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അതല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കണം എന്നല്ലേ പരിണിതപ്രജ്ഞരായ ആരും പറയേണ്ടത്? അതിന് പകരം വലിയ ആരോപണങ്ങളാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ ഏതായാലും ഭാഗ്യവശാൽ മാധ്യമങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പ്രശ്നം എന്ന് പറയുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലെ മാത്രമാണ്. അത് കഴിഞ്ഞാൽ അത് അവർ നിർത്തിയല്ലോ. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയിൽ ആപൽക്കരമായ തീവ്രവാദ സ്വഭാവത്തിലുള്ള ആൾക്കാർ അത് UDF തന്നെ വന്നിരിക്കുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് താരതമ്യങ്ങൾ നടത്തിക്കൊണ്ട് വിജയരാഘവൻ ഇന്നലെ വയനാട്ടിൽ നിർവഹിച്ചത്. അത് ചെറിയ കാര്യമല്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ UDF വളരെ സജീവമായിട്ടുണ്ട് ഷമ്മി. അത് പുറത്തു വരാതിരിക്കണം. അല്ലെങ്കിൽ ഏതാണ്ട് 2.5 ആഴ്ച മുമ്പ് ആണ് പെരുന്നയിലെ NSS നേതൃത്വം, സംസ്ഥാന NSS ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണല്ലോ, അവർ തീരുമാനിക്കുന്നത് 2.5 ആഴ്ച മുമ്പാണ്. എന്ത് തീരുമാനിക്കുന്നത്? മന്നം ജയന്തിക്ക് തവണ രമേശ് ചെന്നിത്തല പ്രസംഗിക്കണം എന്നുള്ളത്. പക്ഷെ മിനിഞ്ഞാന്ന് മുതലാണ് ഇത് വാർത്തയിൽ വരുന്നത്. അതെന്തുകൊണ്ടാണ്? VD സതീശൻ മാരാമൺ കൺവെൻഷന് പ്രസംഗിക്കാൻ പോയതുകൊണ്ട് മാത്രമാണെന്നാണ് വിചാരിച്ചത്? അങ്ങനൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ അകത്ത് വലിയ മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്, മറ്റ് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അത് തൊടുത്തു വിടുന്നത്. അതിന് അനുരോധമായി തന്നെയാണ് വെള്ളാപ്പള്ളിയെ രമേശ് ചെന്നിത്തലയുടെ പക്ഷക്കാരനായിട്ടോ അല്ലെങ്കിൽ പക്ഷക്കാരനല്ലാതായിട്ടോ സതീശ വിരുദ്ധനായിട്ടോ ഒക്കെ ചിത്രീകരിക്കുന്ന മറ്റ് നരേറ്റീവ്സ്. ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ മറ്റേ ഈ മുജമ എന്നുള്ള ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇക്വേഷൻ, അതിനെ ചർച്ച ചെയ്യാതിരിക്കുക. അതാണ് ആത്യന്തികമായി സംഭവിക്കുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത് 3-4 ദിവസത്തേക്കേ ഉള്ളൂ. വെള്ളാപ്പള്ളിയുടെ രമേശ് അനുകൂല പ്രസ്താവനയും സുകുമാരൻ നായരുടെ പ്രസ്താവനയും ഒക്കെ 3-4 ദിവസത്തേക്കേ കൊണ്ടുപോകാൻ കഴിയൂ. വീണ്ടും മറ്റേ പ്രശ്നം പൊടിതട്ടി പുറത്തു വരും.
അവിടെ ഇപ്പം മറ്റു പല പ്രശ്നങ്ങളും ആന്തരികമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ പുറത്തു വരാതിരിക്കുക എന്നുള്ള താല്പര്യവും പല കേന്ദ്രങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതിന്റെയും കൂടെ പിന്നെ ഔട്ട്കം ആയിട്ടാണ് ഇത്തരം ചർച്ചകളെ ഞാൻ കാണുന്നത്. ഇനി ഇതിന്റെ അകത്ത് വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ട്, അതാണല്ലോ താങ്കളുടെ ചോദ്യം, വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിക്കാനുള്ളത്? അതൊന്ന് പരിശോധിച്ച് നോക്കൂ. വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ആരാണ് പറഞ്ഞത്, ശ്രീകുമാറാണ് പറഞ്ഞത്, പിന്നെ BDJS-ന്റെ ഒരു പ്രശ്നം. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു ചരിത്രം കൂടെ ഞാൻ അങ്ങ് പറയാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഇതേ രമേശ് ചെന്നിത്തല തന്നെ ഉമ്മൻചാണ്ടിയായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് ഒരു ദൂതുമായി വിടുന്നത്. ആ ദൂത് എന്തായിരുന്നു അറിയാമോ? BDJS-നെ ഇങ്ങോട്ട് ക്ഷണിക്കുക, പിന്നെ UDF-ന്റെ ഘടകകക്ഷിയാക്കുക, 6 സീറ്റ് വരെ കൊടുക്കാം മത്സരിക്കാനായിട്ട്. UDF ജയിക്കുകയാണെങ്കിൽ, ജയിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം പിന്നെ ഇവർക്ക് കൊടുക്കാം, BDJS-ന്. ഇതായിരുന്നു ദൂതുമായിട്ട് വിട്ടത്. പക്ഷേ പ്രബലനായി നേതാവ് അത് വെള്ളാപ്പള്ളിയെ അറിയിച്ചില്ല. നോക്കണേ, പോകുന്ന പോക്ക് നോക്കണേ. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ നേതാവിനെയാണ് ദൂതുമായിട്ട് അങ്ങോട്ട് വിടുന്നത്. പക്ഷെ ആ ദൂതൻ ഇക്കാര്യം വെള്ളാപ്പള്ളി അറിയിച്ചില്ല. അപ്പോ പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അന്ന് എന്താണ് നിങ്ങളത് പറയാതിരുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം ജയചന്ദ്ര, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അല്ല, ഇപ്പോ പിന്നെ വെള്ളാപ്പള്ളി എന്നല്ല അദ്ദേഹം വിളിക്കുന്ന, മുതലാളി എന്നാണ്. അവർ ഏതാണ്ട് എല്ലാവരും അങ്ങനെയാണ്. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വെള്ളാപ്പള്ളിയെ മുതലാളി എന്നാണ് വിളിക്കുന്നത്, ആ വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ചും. അപ്പൊ മുതലാളിക്ക് ബന്ധം മറ്റേ അമിത്ഷായുമായിട്ട് നരേന്ദ്രമോദിയായിട്ടാണല്ലോ. അവരിപ്പോ പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഒരു കാരണവശാലും അവിടുന്ന് പിടിവിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യമേ ഇല്ല എന്നുള്ളത് വ്യക്തമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ പ്രപ്പോസൽ പറഞ്ഞില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ടാണ് ഇന്ന് മാതൃഭൂമിയിൽ വാർത്ത വന്നിരിക്കുന്നത്, BDJS-ന്റെ അണികളെല്ലാം കൂടെ അങ്ങോട്ട് പോകാൻ ധൃതി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഒരു ചുക്കും സംഭവിക്കില്ല. കാരണം BDJS-ൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അണികളല്ല, അല്ലെങ്കിൽ രണ്ടാം നിര നേതാക്കന്മാരല്ല, തുഷാർ വെള്ളാപ്പള്ളി നടേശനും മാത്രമാണ്. അവർ ഒരു കാരണവശാലും അങ്ങോട്ട് പോവില്ല. അതിനകത്ത് സാമ്പത്തിക ലാഭം അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ഉണ്ടെന്നേ, അത് രഹസ്യമൊന്നുമല്ല. ഇത് ആരോപണം ആയിട്ട് ഞാൻ പറയുകയൊന്നുമല്ല. ഇനി എനിക്കത് രണ്ടുപേരും കേസ് വന്നാൽ അത് അതിന് തെളിവുകൾ വേറെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്, വെറുതെ ഒന്നുമല്ല, അങ്ങനെ പോവുകയൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ പിന്നെ പല 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 താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മാധ്യമ വാർത്തകൾ നിരന്തരം പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഏറിയാൽ ഒരാഴ്ചയേ ഉള്ളൂ ഷമി. അത് കഴിയുമ്പം വീണ്ടും ഞാൻ ആ പറഞ്ഞ പിന്നെ മുജമ്മ ഇഷ്യൂ വീണ്ടും തിളച്ച് പൊട്ടി വരും.